കൺഫ്യൂഷ്യസിന്റെ ചിന്താ പദ്ധതി അനുസരിച്ച് വിവാഹം ഒരു സാംസ്കാരിക ഉദ്യമമാണ്. സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതും ഉപദേശിക്കുന്നതും വിവാഹിതരായ പുരുഷന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമായിരുന്നു, അവകാശമായിരുന്നു. അവിവാഹിതരെ മൃഗതുല്യരായാണ് ചൈനക്കാർ കണ്ടിരുന്നത്. എന്നിരുന്നാലും സ്വതന്ത്രമായ പ്രണയവും ലൈംഗികതയും അനുവദിച്ചിരുന്നു. വിവാഹത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നമ്മുടേതുപോലെ തന്നെയാണ്. പെണ്ണ് കാണൽ തുടങ്ങി വിവാഹം വരെയുള്ള എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും ഒന്നു തന്നെ. ബന്ധം കൂട്ടിയുറപ്പിക്കുന്നതിനായി ഒരു ഇടനിലക്കാരൻ, മാച്ച് മേക്കർ, എല്ലാ ഘട്ടങ്ങളിലും കാര്യങ്ങൾ നടത്തുന്നത് കാണാം. ചൈനയിൽ ജാതകം ഇല്ലെങ്കിലും തീയതി ശുഭസൂചകമാണോ അല്ലയോ എന്ന് നോക്കുന്ന പതിവുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്ത്രീധന സമ്പ്രദായമില്ല. എന്നാൽ കല്യാണ പെണ്ണിന് പണവും സമ്മാനങ്ങളും കല്യാണ ചെറുക്കൻ തന്നെ കൊടുക്കണം. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ചൈനയിലെ ചെറുപ്പക്കാർക്ക് ചുരുങ്ങിയത് 8 ലക്ഷം രൂപയെങ്കിലും ഇങ്ങനെ സമ്മാനമായി കൊടുക്കണം, ഒരു പെണ്ണിനെ കിട്ടാനും കെട്ടാനും.